ഇൻക്രീസ് ചെയ്യാന്നൊക്കെ പറയുന്നത് ഇന്ന് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ടോപ്പിക് ആയിട്ട് മാറുമ്പോൾ അതിന് ഒരുപാട് ടെക്നിക്സും എക്സസൈസസും ഉള്ളപ്പോ നമുക്ക് ഇന്ന് വീഡിയോയിൽ ഒരു എക്സസൈസ് ചെയ്താലോ? ഇത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു എക്സസൈസ് ആണെങ്കിലും പക്ഷേ ഇത് നമ്മളുടെ അലേർട്ട്നെസ്സിനെ ഇംപ്രൂവ് ചെയ്യുന്നുണ്ടാവും. അതുമാത്രമല്ലാതെ ഇത് പ്രൂവ് ചെയ്യുന്ന ഒരു കാര്യം കൂടിയുണ്ട്. നമ്മൾ ഏതൊരു കാര്യവും വീണ്ടും വീണ്ടും ചെയ്താൽ അത് നമ്മുടെ ശീലമായിട്ട് മാറും, അല്ലെ? അത് നമുക്ക് എല്ലാവർക്കും അറിയാം. ശീലമല്ല, എക്സ്പേർട്ട് ആവാൻ കഴിയും എന്ന് കൂടി ഇത് പ്രൂവ് ചെയ്യുന്നുണ്ട്. അപ്പൊ എക്സസൈസ് ഇതാണ്. രണ്ട് കൈകളും ഇങ്ങനെ വെക്കുക. ഞാനും നിങ്ങളും ഒരുമിച്ച് ഇത് ചെയ്യാണ്. ഞാൻ നിങ്ങളോടും നിങ്ങൾ എന്നോടും. രണ്ട് കൈ ഇങ്ങനെ വെക്കുക. ഈ വലത്തെ കൈ 3 എന്നും ഇടത്തെ കൈ 2 എന്നും വെക്കുക. ഈ 3 എന്നെ ഫേസ് ചെയ്തിരിപ്പുണ്ട്. ഈ 2 എന്റെ മുമ്പിലേക്ക് ഇരിക്കുന്ന നിങ്ങളെ ഫേസ് ചെയ്തിരിപ്പുണ്ട്. ഇതുപോലെ നിങ്ങളും നിങ്ങളെ മുമ്പിലേക്ക് ഫേസ് ചെയ്ത് വെക്കുക. ഇപ്പൊ ഈ 3-നെ ഞാൻ വീണ്ടും 2 ആക്കുന്നു. ഈ 2-നെ വീണ്ടും ഞാൻ 3 ആക്കുന്നു. വീണ്ടും ഈ 2-നെ ഞാൻ 3 ആക്കുന്നു. 3-നെ വീണ്ടും ഞാൻ 2 ആക്കുന്നു. ഇതാണ് നമ്മുടെ എക്സസൈസ്. അപ്പൊ ഇത് നമുക്കൊന്ന് ഫാസ്റ്റ് ആയിട്ട് ചെയ്താലോ? 1 2 3 4 5 6 7 8 9 10. റൈറ്റ്. ചെയ്യാൻ പറ്റുന്നുണ്ടോ? അപ്പോൾ ഇത് റെഗുലർ ആയിട്ടൊന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കുക. ചെയ്യാൻ പറ്റിയിരുന്നില്ല എന്നുണ്ടെങ്കിൽ 21 ദിവസം കൺസിസ്റ്റന്റ് ആയിട്ട് നമ്മളിത് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്കതിൽ എക്സ്പേർട്ട് ആവാൻ കഴിയും. വളരെ വേഗത്തിൽ തന്നെ ചെയ്യാൻ പറ്റും. ചിലർക്കൊന്നും 21 ദിവസത്തിന്റെ ആവശ്യം പോലും ഇല്ല. അപ്പൊ ഇത് നമുക്ക് ഞാൻ പറഞ്ഞ പോലെ ഈ 2 കാര്യങ്ങളും പ്രൂവ് ചെയ്യുന്നുണ്ട്. നമ്മളുടെ ബ്രെയിനിന്റെ അലേർട്ട്നെസ്സും ഇംപ്രൂവ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതിന്റെ ഒരു നിങ്ങളുടെ എക്സ്പീരിയൻസ് എന്താണ് ഇത് ചെയ്തപ്പോൾ എന്നുള്ളത് തീർച്ചയായിട്ടും കമന്റ് ചെയ്യാൻ മറക്കണ്ട. അപ്പൊ വീണ്ടും അടുത്തൊരു എക്സസൈസ് വീഡിയോയുമായിട്ട് കാണാം. ബൈ.